കേന്ദ്ര കമ്മിറ്റിയിലേക്ക് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിന്റെ LDF കൺവീനർ TP രാമകൃഷ്ണൻ നമ്മളോടൊപ്പം ചേരുകയാണ്. TP, പാർട്ടിയുടെ ഓരോ ഘടകങ്ങളും ഓരോ ഉത്തരവാദിത്തമാണ്, എപ്പോഴും അങ്ങനെ തന്നെയാണ് പറയാറുള്ളത്. ഇപ്പോൾ ഉള്ള പ്രതികരണം പാർട്ടി പ്രവർത്തനത്തിനുള്ള ഒരു അംഗീകാരമായിട്ടാണ് കേന്ദ്ര കമ്മിറ്റിയിലേക്കുള്ള സ്ഥാനം പരിഗണിക്കുന്നത്. 56 വർഷമായി പാർട്ടിയുടെ നിരന്തരമായ പ്രവർത്തനമാണ്. ആ പ്രവർത്തനത്തിനുള്ള അംഗീകാരമാണ്. ജനങ്ങളോടും നാടിനോടുമുള്ള ഉത്തരവാദിത്വം വർദ്ധിച്ചിരിക്കുകയാണ്. ആ നിലയ്ക്ക് തുടർന്നും ഉത്തരവാദിത്വം നിറവേറ്റി പ്രവർത്തിക്കാൻ ശ്രമിക്കും. അഭിനന്ദനങ്ങൾ. അതിനൊപ്പം ഒരു കാര്യം, തലമുറ മാറ്റമാണ് യഥാർത്ഥത്തിൽ. PB-യിൽ വലിയൊരു മാറ്റം വന്നിരിക്കുന്നു, CC-യിൽ മാറ്റം വന്നിരിക്കുന്നു. മാത്രമല്ല, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സലീഖയെ പോലുള്ള നേതാക്കൾ വനിതാ പ്രാതിനിധ്യത്തിൽ വന്നിരിക്കുകയാണ്. ഓക്കെ, അത് പാർട്ടിന്റെ പൊതു നിലപാട് ഈ കാര്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതാണ് അതിൻ്റെ പുതിയ തലമുറയ്ക്ക് പരമാവധി പരിഗണന കൊടുത്തുകൊണ്ടുള്ള സമീപനം തന്നെയാണ് എടുക്കുന്നത്. തുടർന്ന് അങ്ങനെയാണല്ലോ 75 വയസ്സ് എന്ന് പറയുന്നത് റിട്ടയർമെന്റ് ഒക്കെ തീരുമാനിക്കാൻ കാരണം. അത് മുന്നോട്ട് പോകും. താങ്ക് യു. നമുക്ക് കൂടുതൽ പ്രതിനിധികളിലേക്ക് പോകേണ്ടതുണ്ട്. ഇപ്പോൾ ഈ ഘട്ടത്തിൽ KK ശൈലജ ടീച്ചറെ നമ്മൾ ശ്രദ്ധിക്കുകയാണ്. ടീച്ചറെ കാണാൻ വേണ്ടി ഈ ഘട്ടത്തിൽ നമുക്ക് മറ്റു നേതാക്കൾ PB അംഗങ്ങൾ ഇപ്പോൾ താഴേക്ക് അല്പസമയത്തിനകം തന്നെ ഇറങ്ങി വരും. നമുക്ക് PB അംഗങ്ങളുടെ പ്രതികരണത്തിലേക്ക് നമുക്ക് കടക്കാൻ സാധിക്കും. MA ബേബി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോൾ MA ബേബിയെ ഇവിടുത്തെ മധുര MP അസു വെങ്കടേഷ് അഭിനന്ദിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഏതായാലും പാർട്ടിയുടെ നേതൃതലത്തിലേക്ക് ഒരു വലിയ തലമുറ മാറ്റം സംഭവിച്ചിരിക്കുന്നു. ആ തലമുറ മാറ്റം യുവരക്തങ്ങൾക്കും ഒപ്പം സ്ത്രീകൾക്കും വലിയ പ്രാതിനിധ്യം നൽകിക്കൊണ്ടുള്ള തലമുറ മാറ്റമാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോൾ PB അംഗങ്ങളെ അഭിനന്ദിക്കാൻ വേണ്ടി, അനുമോദിക്കാൻ വേണ്ടി ഓരോരുത്തരായി പോവുകയാണ്. നമ്മളൊപ്പം G രാമകൃഷ്ണ, ഇപ്പോൾ PB-യിൽ നിന്നും പ്രായപരിധിയിൽ ഒഴിഞ്ഞുപോയ G രാമകൃഷ്ണ നമ്മളോടൊപ്പം ചേരുകയാണ്. You can tell in Tamil or English. A change, generational change happening in CPM PB. மார்க்சிஸ்ட் கம்யூனிஸ்ட் கட்சியினுடைய 24வது அகில இந்திய மாநாடு சற்று முன்பு நிறைவு பெற்றது. இந்த மாநாட்டில் MA பேபி அவர்கள் புதுச்சாக தேர்வு செய்யப்பட்டார். அவரோடு சேர்ந்து அவரையும் இணைத்து 18 அரசியல் தலைமை குழு தேர்வு செய்யப்பட்டிருக்கிறார்கள். இன்று மாலை நடைபெறக்கூடிய அந்த மாபெரும் பொதுக்கூட்டத்தில் பொதுச்சாலை MA பேபி உள்ளிட்டு தலைவர்கள் அங்கு பேச இருக்கிறார்கள். അശോക് ധവള PB അംഗം, മുതിർന്ന PB അംഗം നമ്മളോടൊപ്പം ചേരുകയാണ്. PB-യിലെ ഒരു ട്രബിൾ ഷൂട്ടർ എന്ന് പറയാവുന്ന വളരെ കൃത്യമായി പാർട്ടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന അശോക് ധവള, how do you look at the final decisions? No, this was very good. Totally united Congress. Comrade MA Baby has been elected our General Secretary unanimously. 18-member Politburo has been also elected, and the Central Committee of 85 has also been elected unanimously. So it's a very good conclusion to this party Congress. Thank you.